ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ക്ഷണിക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു രാപ്പകൽ സമരവുമായിട്ട് മുന്നോട്ട് വരാൻ കാരണം? ഞാനിപ്പോൾ ജോലി കയറിയിട്ട് 6 വർഷമായിട്ടുള്ളൂ. പക്ഷേ എൻ്റെ കൂടെ ഉള്ള സഹപ്രവർത്തകർ 18 വർഷത്തോളമായി. ഞങ്ങൾ 10-ാം തീയതി ആരംഭിച്ച സമരമാണ്. ഞങ്ങൾ അതിനു മുൻപേ പറഞ്ഞിട്ടുണ്ട്, തുച്ഛമായ 7000 രൂപയാണ് ഞങ്ങൾക്ക് വരുമാനം തരുന്നത്, വേതനമാണ്. ബാക്കിയുള്ള കാശെന്ന് പറഞ്ഞാൽ ഇൻസെൻറ്റീവാണ്. ഞങ്ങൾക്ക് ഓരോ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ട് അതിൻ്റെ രേഖകൾ JPH നൽകണം. ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഞങ്ങൾക്ക് ഓരോന്നിനും വേതനം നിശ്ചയിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെയോ കൊടുക്കാൻ പറ്റാതെയോ വന്നാൽ അത് കട്ടാണ്. ഈ തുച്ഛമായ പൈസയിൽ നിന്നത് കട്ടാവും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെയുള്ള ക്രൈറ്റീരിയകൾ എടുത്തു മാറ്റണം. ആകെ കിട്ടുന്ന 7000 രൂപയാണ് ഒരു തുകയായിട്ട് വരുന്നത്. അതിൽ നിന്ന് തന്നെ അവർ ചിലപ്പോൾ ഈ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് 5500 കിട്ടും, 4000 രൂപ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കിട്ടുമ്പോഴത്തേക്ക് എന്ത് കഷ്ടമാണ്. ഇപ്പോൾ ഓരോ ദിവസവും സാധനങ്ങൾ ഭയങ്കര വിലക്കയറ്റാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ വിധവമാരുണ്ട്, ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയവരുണ്ട്, അമ്മമാർ മാത്രമായിട്ട് കുടുംബം നടത്തുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വരുമ്പോൾ കുട്ടികളുടെ പഠിപ്പ്, അവരുടെ നല്ല ഭക്ഷണം, ഇതൊന്നും കൊടുക്കാൻ കഴിയില്ല. ഇതിലേറെ കഷ്ടമുള്ള ഒരു അമ്മയാണ് ഞാൻ. അപ്പോൾ അവർ ഈ ഫോൺ വിളികളെക്കുറിച്ച്, അപ്പോൾ നമ്മൾ ഈ ക്വാറന്റൈനിലിരിക്കുന്ന ആൾക്കാർ നമ്മൾ ഫോണിൽ വിളിച്ചാൽ കാര്യങ്ങൾ തിരക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കോൾ വഴി അവരോട് സംസാരിച്ചിട്ട് എങ്ങനെയൊക്കെ എക്സസൈസ് ചെയ്യണം, ശ്വാസം മുട്ടുണ്ടാകുമ്പോൾ എങ്ങനെ എണീറ്റ് നടക്കണം, നടന്നിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ അവർക്ക് ലൈവായി കാണിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ആശ്വാസമാണ്. കാരണം മേളിൽ നിന്നുമുള്ള ഉത്തരവെന്ന് പറയുന്നത് ഏത് സമയത്തും അവർ വിളിച്ചാലും നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം. അപ്പം രാത്രി 2 മണിക്ക് പോലും ആ കോവിഡ് സമയത്ത് എണീറ്റിരുന്ന് ഫോൺ വിളിച്ച് നമ്മളവർക്ക് ആംബുലൻസ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്ത് കോവിഡ് കൺട്രോൾ റൂമിൽ നമ്മൾ വിളിച്ച് പറയും. അപ്പോൾ ആര് വിളിച്ചാലും അവരെടുക്കില്ലല്ലോ. ആശ തന്നെ വിളിച്ച് പറഞ്ഞ് ആ പേഷ്യൻറ്റിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും സഹിതം കൊടുത്ത് നമ്മുടെ ID പ്രൂഫ് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവിടെ നിന്ന് ഈ പേഷ്യൻറ്റിനെ കൊണ്ടുപോകാൻ ആംബുലൻസ് എത്തുന്നത്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഞങ്ങളെ ഇത്തരത്തിൽ അവഗണിക്കുമ്പോൾ എന്തൊരു കഷ്ടമാണ്. 3-4 മാസം കൂടുമ്പോഴാണ് ഇവർ നമുക്ക് വേതനം തരുന്നത്. ഈ 7000 ഞാൻ പറഞ്ഞല്ലോ, 7000 ഒരു ഓണറേറിയം, അത് ഈ സംസ്ഥാന ഗവൺമെൻറ് തരുന്നതും ഇൻസെൻറ്റീവ് എന്നുള്ളത് കേന്ദ്ര സർക്കാർ NHRM ആണ് അത് തരുന്നത്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ഫണ്ടുകൾ അത് 6 മാസം കൂടുമ്പോൾ ആ കേരളത്തിലെ ആരോഗ്യ വകുപ്പിൻ്റെ ആരോഗ്യ പദ്ധതികൾക്കായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ പറയുന്നത്. അവരും ഇതുപോലെ തന്നെ പൾസ് പോളിയോ എന്നൊരു പ്രോഗ്രാമുണ്ട്. ഇത്രയും വർഷക്കാലം തുടങ്ങിയിട്ട് 10-18 കൊല്ലമായിട്ടും ഒരു ദിവസം നമുക്ക് തരുന്നത് 75 രൂപയാണ്. നമ്മൾ രാവിലെ 7 മണിക്ക് ബൂത്തിൽ ചെന്ന് വൈകിട്ട് 5 മണി വരെ ബൂത്തിലിരിക്കണം. അതിനു മുമ്പേ തലേ ദിവസവും നമ്മൾ ജോലി ചെയ്യും. അവിടെ പോയി വാക്സിനേഷൻ സെൻറ്റർ ഒരുക്കി എല്ലാം തൂത്തുവാരി കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നില്ലേ, പൊടിയൊക്കെ കളഞ്ഞ് നമ്മൾ തലേ ദിവസം സെൻറ്ററിൽ നിന്ന് ക്യാരിയർ കൊണ്ടുവന്ന് ഐസ് പാക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പിറ്റേന്ന് സൂപ്പർവൈസർ വാക്സിൻ കൊണ്ട് നമ്മുടെ സെൻറ്ററിൽ വരുന്നത്. അപ്പോഴേക്കും നമ്മൾ അലേർട്ടായിരിക്കണം. അതിനു മുമ്പ് നമ്മുടെ ഏരിയയിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും 5 വയസ്സിനകത്തുള്ള കുഞ്ഞുങ്ങളെ 6 വയസ്സ് വരെ നമ്മൾ പോളിയോ മരുന്ന് കൊടുക്കും. എങ്കിലും 5 വയസ്സുള്ളവർക്ക് നിർബന്ധമായി കൊടുക്കണമെന്നുള്ളതുകൊണ്ട് അവരെ അമ്മമാരെയൊക്കെ വിളിച്ച് സമയത്തിനകം കൊണ്ടുവരാൻ പറയും. അന്ന് 5 മണി വരെ കൊടുത്തു തീർന്ന് എല്ലാം സീൽ ചെയ്ത് തിരിച്ച് ഈ സാധനം വീട്ടിൽ കൊണ്ട് ഈ മരുന്ന് മിച്ചമുണ്ടെങ്കിൽ അത് അതിൻ്റെ കളറൊക്കെ മാറി ചേഞ്ചൊക്കെ നോക്കണം. ചേഞ്ച് വന്നാൽ കൊടുത്തുവിടാം. അപ്പോൾ പുതിയത് വെച്ചിട്ട് ഐസ് മാറാതെ ആ മരുന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ക്യാരിയറിൽ ഐസ് പാക്കി സൂക്ഷിക്കുക. പിറ്റേന്ന് രാവിലെ നേരം വെളുക്കുമ്പോൾ 7 മണിയാകുമ്പോൾ നമ്മൾ ഈ വാക്സിൻ ക്യാരിയറുമായിട്ട് വീടാന്തരം നമുക്ക് തന്നിരിക്കുന്ന ഏരിയ കയറി ഇറങ്ങും. ഒരു കുഞ്ഞുമക്കളെ പോലും വിട്ടു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ച് ചോദിച്ച് ആ 3 ദിവസം ഫീൽഡ് പ്രവർത്തനമാണ്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് കൊണ്ട് റിപ്പോർട്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ആ പേപ്പറിലൊക്കെയും തരുന്നത് 75 രൂപയാണ്.
225 രൂപയാണ് ഒരാശയ്ക്ക് കിട്ടുന്നത്. എത്ര വർഷക്കാരൊരു കൂട്ടുന്നില്ല. നമ്മൾ പറയില്ലേ, നമ്മൾ ഈ പൾസ് പോളിയോ മരുന്നൊക്കെ കൊടുക്കാതെ നമ്മുടെ കുട്ടികൾ തളർവാദം പിടിച്ച് കിടന്നു പോവില്ലേ? കഷ്ടമല്ലേ അത്? അപ്പം ഈ സർക്കാർ ഞങ്ങളോട് ഇങ്ങനെയുള്ള അനാസ്ഥ കാണിച്ചാലും നാട്ടുകാരോടുള്ള സ്നേഹം, ഈ കുഞ്ഞുമക്കളോടുള്ള സ്നേഹത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ഈ സർക്കാർ കണ്ണു തുറക്കുന്നില്ല. ഈ ഓണറേറിയം തരുമ്പോൾ തന്നെ ഇങ്ങനെ ഈ ഇൻസെൻറ്റീവ് ഒരു 7000 ഓണറേറിയം ഉണ്ട്. ഈ 3000 രൂപ സംതിങ്ങിനകത്തെ അല്ലെങ്കിൽ 3500 വരും. അതും ഇവർ പിടിച്ചു വെച്ചിട്ട് ഈ 2 തുകയും കൂടെ ചേർത്ത് തരത്തില്ല. ഇപ്പം ഈ ഓണറേറിയം 7000 രൂപ ഇപ്പം തന്നു കഴിഞ്ഞാൽ ഈ 3000 പിന്നെ 2-3 മാസം കഴിഞ്ഞിട്ട് വരുന്നത്. ഇപ്പം അങ്ങനെയാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പം നവംബർ വരെയുള്ള ഓണറേറിയം തന്നു കഴിഞ്ഞു, പക്ഷേ ഇൻസെൻറ്റീവ് തന്നിട്ടില്ല. അപ്പം നവംബറിലെ ഇൻസെൻറ്റീവ് ഉണ്ട്, നമ്മുടെ ഡിസംബർ ജനുവരിയിലെ ഓണറേറിയം ഇൻസെൻറ്റീവ് തരാറുണ്ട്. അപ്പം അതാ ഞങ്ങൾ പറഞ്ഞത് 3 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്ന്. എങ്ങനെയാണ് ജീവിക്കുക ഞങ്ങൾ? ഈ സാധനങ്ങൾക്ക് വില കൂടും. ഞാനൊരു വീട്ടമ്മ, സാധാരണ വീട്ടമ്മ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഹസ്ബൻഡ് കോടതിയിൽ വാദിച്ചു. അമ്മയ്ക്ക് വരുമാനം കുറവാണ്, കുട്ടികളെ കൊണ്ട് പറയിച്ചു, അമ്മ കഞ്ഞി ഉണ്ടാക്കിയിട്ട് പോകുന്നു. ഈ 7000 രൂപ വരുമാനം കിട്ടും. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാനെങ്കിലുമില്ലേ, എന്ത് വിഷമമാണെന്നറിയാമോ? 3 വർഷമായി ഞാൻ എൻ്റെ മക്കളെ പിരിഞ്ഞിട്ട്. അതായത് ഞങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന നാളിതുവരെയുള്ള വേതന, ഇൻസെൻറ്റീവ്, ഓണറേറിയം കിട്ടണം. പിന്നെ ഞങ്ങളുടെ ശമ്പളത്തിൽ വർധന ഉണ്ടാക്കണം. അതാണ് ഞങ്ങളുടെ വിഷയം. ഞങ്ങൾ വെറുതെ ഇറങ്ങി പോകാനുള്ള ഒരു അവസ്ഥ. 16 വർഷം കൊണ്ട് നമ്മൾ ജോലി ചെയ്യാണ്. കോവിഡ് സമയത്തൊക്കെ നമ്മളെ ജീവനും ഉറക്കം എല്ലാം അവർക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. കാരണം ഒന്ന് ഉറങ്ങി വരുമ്പോൾ കോവിഡ് വന്നിട്ട് പിന്നെ ഓക്സിജൻ്റെ അളവ് നോക്കുമ്പോൾ ജീവനില്ല. നമ്മൾ ആംബുലൻസ് അറേഞ്ച് ചെയ്താലേ മേഡം വിളിച്ച് പറഞ്ഞ് അവർക്ക് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം നമ്മളാണ്. ഈ കോവിഡ് സമയത്ത് പകരമൊന്നും വേണ്ട, ആരും അവരുടെ അടുത്ത് പോകില്ല. അവർക്ക് പാരസെറ്റാമോൾ, ജലദോഷത്തിൻ്റെത്, പൾസ് ഓക്സിമീറ്റർ, കാരണം അവരെ ഓക്സിജൻ്റെ അളവ് അറിയണം. ഓക്സിജൻ്റെ അളവ് അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ശ്വാസം മുട്ടലാവും, അവർ മരണാവസ്ഥയിലാവും. നമ്മളെ വിളിക്കും, നമ്മൾ പെട്ടെന്ന് മേഡത്തിനെ വിളിക്കുമ്പോൾ മേഡം ഉടൻ തന്നെ ആംബുലൻസ് വിട്ട് അറേഞ്ച് ചെയ്ത് തരും. ഉടനെ 12 മണി, 1 മണി, 2 മണി ഉറക്കമില്ലാതെയാണ് നമ്മൾ ആ സ്ഥാനത്ത് നമ്മൾ ജോലി ചെയ്തത്. ആൾക്കാർക്ക് പേടി, കാരണം എൻ്റെ വാർഡിൽ 2 പേര് മരിച്ചു. അതുകൊണ്ടാണ് 10-15 ആശമാര് മരണപ്പെട്ടു. അവർക്ക് വേണ്ടി ഞങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ മരണമെല്ലാം മുന്നിൽ കണ്ടു ജോലി ചെയ്തത്. കോവിഡ് നഷ്ടപരിഹാരം ഒന്നും തന്നില്ല. നഷ്ടപരിഹാരം അന്ന് അവരുടെ കുടുംബത്തിന് 50,000 രൂപ കൊടുത്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് കിട്ടിയോ ഇല്ല എന്നുള്ളത് അറിഞ്ഞുകൂടാ. അത് ഗവൺമെന്റിനോട് തന്നെ ചോദിക്കണം. പിന്നെ ഞങ്ങൾ സുഖമില്ലാതെ കിടന്നാലും എന്ത് ചെയ്തിരുന്നാലും ഞങ്ങൾ ഡ്യൂട്ടി എടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് കാശ് കിട്ടൂ. ഡ്യൂട്ടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കാശ് കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ 2007 തൊട്ടേ നമ്മൾ ശരിക്കും ഈ കാടും മേടും കയറി കല്ലും മലയും ചവിട്ടി നമ്മൾ ഓരോരുത്തരും ആരോഗ്യ മേഖലയിൽ നല്ലതുപോലെ നമ്മുടെ ജീവൻ പണയം വെച്ചാണ് ഓരോ ദിവസവും നമ്മൾ പ്രവർത്തിക്കുന്നത്, ജോലി ചെയ്യുന്നത്. അപ്പം അതിൻ്റെ തുച്ഛമായ വേതനം കൊണ്ടാണ് ഞങ്ങൾ വീട് കഴിഞ്ഞു പോകുന്നത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ സാധനങ്ങൾക്കൊക്കെ വില കൂടി, കറണ്ട് ചാർജൊക്കെ കൂടി, വെള്ള ചാർജ്. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഈ തുച്ഛമായ കാശ് കൊണ്ടൊന്നും ആകുന്നില്ല. ഇത് തന്നെ നമുക്ക് മാസം തോറും അതും തരുന്നില്ല. 2-3 മാസം കൂടുമ്പോഴത്തേക്കാണ് 1 മാസത്തെ ഒക്കെ നമുക്ക് ഇൻസെൻറ്റീവും ഓണറേറിയവും കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് കുടുംബം പോറ്റാനൊന്നും പറ്റുന്നില്ല. നമ്മൾ ഇതിൽ ഇറങ്ങി തിരിച്ചു. ആരോഗ്യവകുപ്പിൽ നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അവിടുത്തെ വാർഡിലെ ജനങ്ങൾക്ക് ഓരോ വാർഡിലും നമ്മളെ കൊണ്ട് ശരിക്കും അനുകൂലമായ സാഹചര്യവും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പകർച്ചവ്യാധി വരുമ്പോഴും പ്രളയം വരുമ്പോഴും ഏതൊക്കെ പകർച്ചവ്യാധിയും ഏതൊക്കെ രോഗങ്ങളും ഈ ഗർഭിണികളുടെ കാര്യങ്ങൾ എന്ത് വന്നാലും ഈ ആശാവർക്കർമാരെ പോലീസുകാർ വിളിക്കത്തുള്ളൂ, പഞ്ചായത്തുകാർ വിളിക്കത്തുള്ളൂ, ഹെൽത്ത് നിന്ന് വിളിക്കത്തുള്ളൂ, JPHമാരെ വിളിക്കത്തുള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മൾ അതാത് സമയം നമുക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല. രാത്രിയാണ് വിളിച്ച് ചോദിച്ചാൽ നമ്മൾ ആ റിപ്പോർട്ട് രാത്രി എഴുതി കൊടുക്കണം. അങ്ങനെ നമുക്കൊരു കല്യാണത്തിന് പോകാനോ ഒരു മരണത്തിന് പോകാനോ നമ്മുടെ ബന്ധത്തിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് പോകാനോ മക്കൾക്ക് ഒരു അസുഖം വന്നാലോ ഒന്നും നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഉപജീവനമല്ലേ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മൾക്ക് തന്ന ജോലി, നമ്മളത് സന്തോഷത്തോടു കൂടി പൂർണ്ണമായിട്ടും ചെയ്തു തീർക്കുന്നവരാണ് ഈ ആശമാർ. എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട ഈ ആശമാർക്ക് ഈ തുച്ഛമായ വേതനം പോലും കൃത്യസമയത്ത് കൊടുക്കുന്നില്ല? ഈ വേതനത്തിൽ ഒരു എന്തെങ്കിലും ഒരു 15 രൂപയെങ്കിലും ഇവർക്ക് മാസം ഈ ആശാവർക്കർമാർക്ക് തന്നൂടെ? ഇന്ന് നമ്മുടെ അമ്മമാർ, ആശാവർക്കർമാർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളത്തിന്റെ മണ്ണിൽ ഇറങ്ങി സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണോ സമരം ചെയ്തത് അത് നേടിയിട്ടേ പുറകിലോട്ട് പോകൂ. ഇവിടെ ഞാൻ വന്ന അന്ന് ആദ്യ
രണ്ടാമത്തെ ദിവസം ഞാനിവിടെ സന്ദർശിച്ചിരുന്നു. അന്നത്തെ ദിവസം ഒരു ചേച്ചി നിന്ന് പ്രസംഗിച്ച ഞാൻ കേട്ടു. 10 മാസം വയറ്റിലിട്ട് ചുമക്കുന്ന വേദന ഒരമ്മയ്ക്കറിയാം. ആ അമ്മ അനുഭവിച്ച അത്രയും വേദന ഈ കാലത്ത് വേറെ ആരും അനുഭവിച്ചിട്ടില്ല. ആ അമ്മമാരാണ് പറയുന്നത്, ഞങ്ങൾ ഒരടി പുറകിലോട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കാണ് ആത്മവിശ്വാസം. ഇന്നത്തെ ഭാവി തലമുറയിലെ വിദ്യാർത്ഥികൾക്കാണ് ആത്മവിശ്വാസം. സമരം ചെയ്യാനും സമരം ചെയ്താൽ അത് നേടിയെടുക്കാനുമുള്ള ആത്മവിശ്വാസം പകർന്നു തന്നുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇന്ന് വനിതാ സമര പോരാളികൾ ഇരിക്കുന്നത്. ഒരു മന്ത്രിക്കും വനിതാ മന്ത്രിയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു വനിതയാണ്. ആ വനിതാ മന്ത്രി പോലും കുത്തിപ്പോകും ഈ അമ്മമാരുടെ മുന്നിൽ. അത്രയും ആവേശകരമായ സമരമാണ് ഇവിടെ നടത്തുന്നത്. എന്തിന്? നിമിഷ നേരം കൊണ്ട് കവിത എഴുതുന്നു. നിമിഷ നേരം കൊണ്ടാണ് കവിത എഴുതുന്നത്. സ്വന്തം ജീവിത പ്രശ്നം അത് കവിതയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ മനസ്സിൽ നെഞ്ചിൽ തൊട്ട് പറയുകയാണ്, ഇവിടെ എനിക്ക് മുന്നേ സൂചിപ്പിച്ചതുപോലെ AIDSO എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടന അത് ഈ സമരം